അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദവും ശൈലിയും അനുകരിച്ച് ശ്രദ്ധ നേടുകയാണ് നിലമ്പൂർ ചന്തക്കുന്നിലെ ബാബൂക്ക. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചന്തക്കുന്നിലെ ഹോട്ടലിൽ എത്തിയ VT ബൽറാമുമായി ബാബൂക്ക ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നിലമ്പൂരിൽ നിന്നും ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂരിലെ ഒരു ഹോട്ടലിന്റെ മുൻപിലാണ് ഞാനിപ്പോഴുള്ളത്. ഹോട്ടൽ BA സെക്കൻഡ് ഹൗസ്. സെക്കൻഡ് ഹൗസ് എന്നാൽ വീട് വിട്ടാൽ മറ്റൊരു വീട് എന്ന അർത്ഥത്തിലാണ് അവർ സെക്കൻഡ് ഹൗസ് എന്നുള്ള പേര് ഈ ഹോട്ടലിന് നൽകിയിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് ഈ ഹോട്ടലിന്റെ ഉടമയായ ബാബുക്കായനെ കാണാനും ബാബുക്കായുമായി ഒന്ന് സംസാരിക്കാനുമാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് ബാബുക്കായനെ കാണാൻ വന്നു എന്നൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും അല്ലേ? അതറിയണമെങ്കിൽ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണണം. ബാപ്പുട്ടിയല്ലാതെ വേറെ നേതാവില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ളത് ബലരാമനും അറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ ബലരാം, ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ? ശരി മോനെ. ബാബുക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ നല്ല വിശേഷം. നല്ല വിശേഷം. എങ്ങനെയാണ് ഇലക്ഷനൊക്കെ? നല്ല ചൂട് പിടിച്ച് നിൽക്കുക നിലമ്പൂര്. നല്ല ചൂടാണ്, പ്രകൃതി തന്നെ ആകെ മാറി മറിഞ്ഞു. ബാബുക്ക, നമുക്ക് ആ ശബ്ദമല്ല വേണ്ടത്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം VT ബൽറാമിനെ ഞെട്ടിച്ച് VT ബൽറാം ഇങ്ങനെ കോരിത്തരിച്ച് നിന്നൊരു ശബ്ദമുണ്ട്, ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദം. ആ ശബ്ദത്തിലാണ് നമുക്ക് ബാബുക്കാനെ കേൾക്കേണ്ടത്. പറയുമോനെ, ഏത് നിലക്കാണ് കൈകാര്യം ചെയ്യേണ്ടത്? VT ബൽറാം പാവം പയ്യനാണ്. അവൻ എന്റെ ബാപ്പുട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഇവിടെ വന്നു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ഇത് എപ്പോ തൊട്ട് തുടങ്ങിയതാ? ചെറുപ്പകാലം തൊട്ടുണ്ടോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട്? സ്കൂൾ കാലഘട്ടം 4ാം ക്ലാസ് മുതൽ പാട്ടുപാടി ഇങ്ങനെ പോകുന്നു. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പാട്ടുപാടൽ അത്ര വലിയ സംഭവം അല്ലാന്ന് തോന്നി. കാരണം ഈ ഷഡ്ജറിനുണ്ട്, എനിക്ക് ഈ അലർജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മിമിക്രിയിലേക്കാണ് വഴി മാറിയത്. അതാവുമ്പോൾ വലിയ റിസ്ക് ഇല്ല. പാട്ട് മമ്മൂട്ടിൻ്റെ രീതിയിൽ പാട്ട് പാടാം. ഞാനൊരു പാട്ട് പാടാം, മോഹൻലാലിൻ്റെ ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ. പിന്നെ ജാസി ഗിഫ്റ്റ്, അന്നക്കിളിനെ എന്നിലെ വന്നക്കന പേറി വന്നു, കന്നിക്കിളിനെ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. പിന്നെ അമിതാഭ് ബച്ചൻ്റെ റോളില് അങ്ങനെ ടോണ് മാറ്റി ഏതാളെ രീതിയിലും പാടാലോ. ബാബു തന്നെ ഒരു മുതലല്ല ആള്, എല്ലാ മേഖലയിലും നിറഞ്ഞിരിക്കുന്ന ആളാണ്. സംഗീത പാട്ടായാലും മിമിക്സ് പരേഡ് ആയാലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഇലക്ഷൻ ചൂടുണ്ട്, പക്ഷെ അത്ര ടൈറ്റ് മത്സരമൊന്നുമല്ല. ഇവിടെ UDF-നാണ് സാധ്യത. നിലവിലെ അവസ്ഥ UDF-ന് അനുകൂലമാണ്. കാരണം 9 വർഷമായിട്ട് ഷൗക്കത്തോടെ ലൈവാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദം മകനെ കേൾപ്പിച്ചിട്ടുണ്ടോ? ബാപ്പുട്ടിയാകൊക്കെ അറിയാം. ഓക്കെ, ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ കേൾപ്പിക്കാറുണ്ട്. ഇലക്ഷന്റെ ഒരു ചൂട് എങ്ങനെയാണ് ഇപ്പൊ നിലമ്പൂരില്? ഇലക്ഷന്റെ ചൂട് വളരെ കഠിനമാണ്. ചൂട് പോലെ തന്നെയാണ്. ആ മഴ മാറി, കാരണം പ്രകൃതി ക്ഷോഭിച്ചിരുന്നു. അതിൽ നിന്നും മാറി മഴ മാറി വെയിലായി. നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം വളരെ ഭംഗിയായിക്കാണ്. 3 പേർക്കും ഒരു നിലക്കും ത്രികോണ മത്സരമാണ്. ഒരു ഭയങ്കര ടഫാണ് കാര്യങ്ങൾ. ഭൂരിപക്ഷം തന്നെ മൃഗീയ ഭൂരിപക്ഷം വരികയാണെങ്കിൽ തന്നെ കഴിച്ചിലാകുക ഏകദേശം ഒരു 10 വോട്ട് 20 വോട്ട് ആ നിലക്കൊക്കെ ആയിരിക്കും വരിക കാര്യങ്ങൾ. ചായക്കടകളിലും ഹോട്ടലുകളിലൊക്കെയാണ് വലിയ രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അത്തരത്തിലുണ്ടോ? ഇവിടെ കുറെ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരം വെളുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ടേബിളും ഓരോ പാർട്ടിയുടേതാ. ഇത് CPM-ൻ്റെ ആണെങ്കിൽ അത് കോൺഗ്രസ്, അത് ലീഗ്, മറ്റേത് DYFI, അങ്ങനെ വരും. ഓരോ ടേബിളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് രാവിലെ തൊട്ടേ. RS രഞ്ജിത്തിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, നിലമ്പൂർ.